This morning ഇന്ന് രാവിലെ we shall turn to 1 Corinthians 5th chapter. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. 1 Corinthians 1 കൊരിന്ത്യർ and the 5th chapter. 5-ാം അധ്യായം. Now in this chapter, ഈ അധ്യായത്തിൽ St. Paul gives a warning to the church. വിശുദ്ധ പൗലോസ് സഭയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. That is, God is warning a church concerning the wickedness which has come into that church. അതായത് സഭയിനുള്ളിൽ വന്ന ദുഷ്ടതയെക്കുറിച്ച് ദൈവം സഭയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. Let's read the first verse. നമുക്ക് 1-ാം വാക്യം വായിക്കാം. It is reported commonly that there is fornication among you, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നു. and such fornication as is not so much as named among the Gentiles, അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. that one should have his father's wife. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു. You are puffed up and have not rather mourned, എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു, നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. that he that had done this deed might be taken away from among you. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം. You know, the scripture says that one sinner destroyeth much good. നിങ്ങൾക്കറിയാമോ, ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. Now we are many, ഇപ്പോൾ നാം അനേകരാണ്. and we may imagine that we are anonymous. നമ്മൾ സങ്കല്പിച്ചേക്കാം നാം അജ്ഞാതരാണെന്ന്. So we don't really count because we are not very big people. നാം വളരെ വലിയ ആളുകളല്ലാത്തത് കൊണ്ട് നമ്മെ ഗണിക്കേണ്ടതില്ല എന്ന്. But this is an age of profligacy. എന്നാൽ ഇത് ദുർനടപ്പിന്റെ യുഗമാണ്. Wickedness. ദുഷ്ടതയുടെയും. This is an age of fornication. ഇത് പരസംഗത്തിന്റെ യുഗമാണ്. And people seem to think that they can still do what they like and go to church. ആളുകൾ ചിന്തിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തിട്ട് പള്ളിയിലും പോകാമെന്ന്. And the Bible says here ഇവിടെ ബൈബിൾ പറയുന്നു that the others were nonchalant and they were puffed up. മറ്റുള്ളവർ ഉദാസീനരായിരുന്നു, ചീർത്തിരിക്കുന്നു. They were a fine church. ഞങ്ങൾ ഒരു നല്ല സഭയാണ്, We're a big church. ഞങ്ങൾ ഒരു വലിയ സഭയാണ്, We belong to Corinth, ഞങ്ങൾ കൊരിന്തിൽ നിന്നുള്ളവരാണ്. one of the cities of Greece. ഗ്രീസിലെ നഗരങ്ങളിൽ ഒന്നാണ്. Now ഇപ്പോൾ you are puffed up നിങ്ങൾ ചീർത്തിരിക്കുന്നു, and have not rather mourned. നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. The Bible says, ബൈബിൾ പറയുന്നു blessed are ye that mourn, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, for you shall be comforted. നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. This young man told us just now how his parents mourned and prayed. ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ നമ്മോട് പറഞ്ഞു അവന്റെ മാതാപിതാക്കൾ എങ്ങനെ വിലപിച്ച് പ്രാർത്ഥിച്ചു എന്ന്. And to me, in the distance, അകലെ ആയിരുന്ന എനിക്ക് I found this conduct totally unacceptable. ഈ പെരുമാറ്റം തീർത്തും അസ്വീകൃതമായിരുന്നു. And I was horrified ഞാൻ ഞെട്ടിപ്പോയി. because കാരണം in this fellowship, ഈ കൂട്ടായ്മയിൽ when people sent their daughters, they felt pretty safe. ആളുകൾ അവരുടെ പെൺമക്കളെ അയക്കുമ്പോൾ അവർക്ക് തോന്നി അവർ സുരക്ഷിതരാണെന്ന്. They could see that the boys were not carrying on with the girls, ആൺകുട്ടികൾ പെൺകുട്ടികളോടൊപ്പം പോകുന്നില്ല എന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞു. because most of our church life today appears to be that kind of loose conduct.
കാരണം ഇന്ന് നമ്മുടെ സഭകളിൽ അത്തരത്തിലുള്ള അയഞ്ഞ പെരുമാറ്റമാണ് നാം കൂടുതലും കാണുന്നത്. It's a shameful thing. ഇത് ലജ്ജാകരമായ കാര്യമാണ്. When I was in college, ഞാൻ കോളേജിലായിരുന്നപ്പോൾ they asked me, won't you join the student Christian movement? വിദ്യാർത്ഥി ക്രിസ്ത്യൻ പ്രസ്ഥാനത്തിൽ നിങ്ങൾ ചേരുന്നോ എന്ന് അവർ എന്നോട് ചോദിച്ചു. I said no. ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. Because it was also known as the Society for the Contraction of Marriage. കാരണം വിവാഹ ഉടമ്പടിയുടെ സൊസൈറ്റി എന്നും അത് അറിയപ്പെട്ടിരുന്നു. What? എന്ത്? Christian student movement? വിദ്യാർത്ഥി ക്രിസ്ത്യൻ പ്രസ്ഥാനമോ? Without a holy purpose? ഒരു വിശുദ്ധിയുള്ള ലക്ഷ്യമില്ലാതെ? No, I said I want to see people converted. ഇല്ല, ആളുകൾ മാനസാന്തരപ്പെടുന്നത് കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. The student Christian movement had its great days and did good work earlier on. വിദ്യാർത്ഥി ക്രിസ്ത്യൻ പ്രസ്ഥാനത്തിന് അതിന്റെ മഹത്തായ ദിനങ്ങൾ ഉണ്ടായിരുന്നു, സൽപ്രവർത്തികൾ ചെയ്ത ദിനങ്ങൾ, ആദിമ ദിനങ്ങളിൽ. But most of these movements have become that today. എന്നാൽ ഭൂരിഭാഗം പ്രസ്ഥാനങ്ങളും ഇന്ന് മോശമായി തീർന്നിരിക്കുകയാണ്. Most of these movements have become carnal. ഭൂരിഭാഗം പ്രസ്ഥാനങ്ങളും ജഡികമായി തീർന്നിരിക്കുകയാണ്. My dear friends, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, but എന്നാൽ to be carnally minded is death, says the Bible. ജഡത്തിന്റെ ചിന്ത മരണമാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. To be carnally minded is death. ജഡത്തിന്റെ ചിന്ത മരണം. But to be spiritually minded is life and peace. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. So, അതിനാൽ Paul did not wink at this condition. ഈ അവസ്ഥയിൽ പൗലോസ് കണ്ണടച്ചില്ല. He did not say, well, that's Greek culture. ശരി, ഇത് ഗ്രീക്ക് സംസ്കാരമാണെന്ന് അവൻ പറഞ്ഞില്ല. And Greek culture was full of that kind of sexuality. ഗ്രീക്ക് സംസ്കാരം ഇത്തരത്തിലുള്ള ലൈംഗികത നിറഞ്ഞതായിരുന്നു. No sense of shame. ലജ്ജയില്ല. But this kind of worship was pre-Christian in origin. എന്നാൽ ഇത്തരത്തിലുള്ള ആരാധന ക്രിസ്ത്യാനിത്വത്തിന്റെ ഉത്ഭവത്തിന് മുൻപ് ഉണ്ടായിരുന്നതാണ്. Before Christ was born. ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ്. My dear people. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, But after Christ, എന്നാൽ ക്രിസ്തുവിന് ശേഷം we ought to have more enlightenment, നമുക്ക് കൂടുതൽ ജ്ഞാനോദയം ലഭിക്കേണ്ടതായിരുന്നു. more truth, കൂടുതൽ സത്യം, more sensitivity to filth and evil. മാലിന്യത്തിനും തിന്മയ്ക്കും എതിരായുള്ള കൂടുതൽ സൂക്ഷ്മ സംവേദന ശക്തി. Now, of course, the coming of the Lord Jesus Christ brought a new chapter into the heathen nation. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ജാതികളുടെ രാജ്യങ്ങളിൽ ഒരു പുതിയ അധ്യായം കൊണ്ടുവന്നു. Europe was full of wild tribes. യൂറോപ്പ് ഗിരിവർഗ ഗോത്രങ്ങളാൽ നിറഞ്ഞതായിരുന്നു. Full of bloodthirsty actions and warfare. രക്തദാഹമുള്ള പ്രവർത്തനങ്ങളും യുദ്ധങ്ങളും നിറഞ്ഞതായിരുന്നു. But Jesus എന്നാൽ യേശു brought a difference. ഒരു വ്യത്യാസം കൊണ്ടുവന്നു. So therefore, അങ്ങനെ now in this country, ഇപ്പോൾ ഈ രാജ്യത്ത് there was a certain amount of enlightenment that came in the days of Lord William Bentinck. വില്യം ബെന്റിക് പ്രഭുവിന്റെ കാലത്ത് ഒരു പരിധി വരെ ജ്ഞാനോദയം വന്നിരുന്നു. So sati was forbidden, അങ്ങനെ സതി നിരോധിക്കപ്പെട്ടു. and certain people began to see, the leaders, the big people, intellectuals, began to see certain things which were wrong in Indian society. ചില നേതാക്കളായ വലിയ ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ ഭാരതീയ സമൂഹത്തിൽ ഉണ്ടായിരുന്ന തെറ്റായ ചില കാര്യങ്ങളെ കാണാൻ തുടങ്ങി. But we seem to have returned to our vomit. എന്നാൽ നാം നമ്മുടെ ഛർദിയിലേക്ക് മടങ്ങിപ്പോകുന്നതായി തോന്നുന്നു. That seems to have happened
to many in this nation. ഈ രാജ്യത്തിലെ പലർക്കും അത് സംഭവിച്ചതായി കാണുന്നു. Bollywood and Hollywood change nothing. ബോളിവുഡും ഹോളിവുഡും ഒന്നും മാറ്റുന്നില്ല. It only immerses people in more uncleanness and disease. അത് ആളുകളെ കൂടുതൽ അശുദ്ധിയിലും രോഗത്തിലും മുക്കിക്കളയുക മാത്രം ചെയ്യുന്നു. Now, friends, ഇപ്പോൾ സുഹൃത്തുക്കളെ, what was the cure? എന്തായിരുന്നു ചികിത്സ? Look at the 6th verse. 6-ാമത്തെ വാക്യം. Your glorying is not good. നിങ്ങളുടെ പ്രശംസ നന്നല്ല. Know ye not that a little leaven leaveneth the whole lump? അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? Purge out therefore the old leaven, that you may be a new lump. പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. As you are unleavened. നിങ്ങൾ പുളിപ്പില്ലാത്തവരായി ഇരിപ്പാൻ തക്കവണ്ണം. For even Christ our Passover is sacrificed for us. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു നമുക്കായി അറുക്കപ്പെട്ടിരിക്കുന്നു. Now you know the Passover was the great feast when freedom from bondage was celebrated. അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ആഘോഷിക്കപ്പെട്ട വലിയ പെരുന്നാളായിരുന്നു പെസഹ. Not to be compared with the unmeaningful festivals that are called festivals of light. പ്രകാശത്തിന്റെ ഉത്സവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന അർത്ഥമില്ലാത്ത ഉത്സവങ്ങളുമായി അതിനെ താരതമ്യപ്പെടുത്തേണ്ടതല്ല. This was real, this was physical, this was moral. ഇത് യാഥാർത്ഥ്യമായിരുന്നു, ഇത് ശാരീരികമായിരുന്നു, ഇത് ധാർമ്മികമായിരുന്നു. An enfranchisement and freedom. സ്വതന്ത്രമാക്കൽ, മോചനം. They were brought out of 410 years, 30 years of bondage in Egypt. മിസ്രൈമിലെ 430 വർഷത്തെ അടിമത്തത്തിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവന്നിരുന്നു. See, for instance, some families, ഉദാഹരണമായി ചില കുടുംബങ്ങളെ you find it very hard to bring them out of their moral cesspool. അവരുടെ ധാർമ്മിക ചെളിക്കുണ്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. You know, so many people in this city. നിങ്ങൾക്കറിയാമോ, ഈ നഗരത്തിലെ നിരവധി ആളുകൾ, All right, I'm not talking about your financial status. ശരി, ഞാൻ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. I am talking about your inherited qualities. നിങ്ങൾക്ക് പൈതൃകമായി ലഭിച്ചിട്ടുള്ള സ്വഭാവങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. One man told me, ഒരാൾ എന്നോട് പറഞ്ഞു, when I was preaching in the public park in Rayapuram, റോയപുരത്തെ പൊതുപൂങ്കാവിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ he said, അദ്ദേഹം പറഞ്ഞു, oh, I am a terrible drunkard. ഞാൻ ഒരു ഭയങ്കര മദ്യപാനിയാണ്. And if any woman does not yield to me in our Puram or whatever, ഞങ്ങളുടെ പ്രദേശത്ത് ഏതെങ്കിലും സ്ത്രീ എനിക്ക് വഴങ്ങുന്നില്ല എങ്കിൽ then I would just get my way with her. അപ്പോൾ ഞാൻ അവളോട് എന്റെ പതിവ് പോലെ ചെയ്യുമായിരുന്നു. Total immorality, ശുദ്ധ അധാർമികത, adultery in men and women. പുരുഷന്മാരിലും സ്ത്രീകളിലും വ്യഭിചാരം. Now that is a native quality of our hearts. അത് നമ്മുടെ ഹൃദയത്തിന്റെ സഹജമായ ഗുണനിലവാരമാണ്. But certain societies എന്നാൽ ചില സമൂഹങ്ങളിൽ seem to think this is normal. ഇത് സാധാരണമായ കാര്യമെന്ന് ചിന്തിക്കുന്നു. It is not normal. ഇത് സാധാരണമായ കാര്യമല്ല. It is contrary to the word of God. ഇത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. Thou shalt not commit adultery. വ്യഭിചാരം ചെയ്യരുത്. Flee fornication. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. Whatsoever sin a man doeth is outside his body. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. But he that committeth fornication sinneth against
his own body ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു, and against his family അവന്റെ കുടുംബത്തിനെതിരായി, and against the nation, അവന്റെ രാഷ്ട്രത്തിനെതിരായും, that is not recognized. അത് തിരിച്ചറിയപ്പെടുന്നില്ല. What a sad thing. എന്തൊരു ദുഃഖകരമായ കാര്യം. You are an increaser of contagion and disease. പകർച്ചവ്യാധിയെയും രോഗത്തെയും വർദ്ധിപ്പിക്കുന്നവരാണ് നിങ്ങൾ. You are a deficit maker in the exchequer. സർക്കാർ ഖജനാവിൽ കമ്മി ഉണ്ടാക്കുന്ന ഒരാളാണ് നിങ്ങൾ. You are trying to get a free ride on the taxpayers' giving. നികുതിദായകർ നൽകുന്നതിൽ സൗജന്യ അവകാശം നേടാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. What sick people. എന്തൊരു കേടുള്ള ജനങ്ങൾ. What is it? ഇത് എന്താണ്? Sin in the heart. ഹൃദയത്തിൽ പാപം. And what does God say? ദൈവം എന്താണ് പറയുന്നത്? This old leaven ഈ പഴയ പുളിമാവിനെ must be purged off. നീക്കിക്കളയണം. Now, my friends, ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, one of the things that the people of Israel did when they had to leave Egypt in a hurry, മിസ്രൈമിൽ നിന്ന് ബന്ധപ്പെട്ട് പോകേണ്ടി വന്നപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ ചെയ്ത ഒരു കാര്യം, they were not to wait till their meal was leavened. ഭക്ഷണം പുളിക്കുന്നത് വരെയും അവർക്ക് കാത്തിരിക്കാൻ അനുവാദമില്ലായിരുന്നു. See, all of you make some idli dosa. നിങ്ങളെല്ലാവരും ഇഡലി ദോശ ഉണ്ടാക്കാറുണ്ട്. And you say, we must keep it overnight and leaven it. അതിനെ പുളിപ്പിക്കാനായി ഒരു രാത്രി മുഴുവനും വയ്ക്കണമെന്ന് നിങ്ങൾ പറയുന്നു. And you don't want to eat unleavened stuff. പുളിപ്പില്ലാത്ത സാധനങ്ങൾ കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കാറില്ല. Now you know how quickly leaven spreads. പുളിപ്പ് എത്ര വേഗത്തിൽ പടരുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. God said to the people of Israel, ദൈവം ഇസ്രായേൽ ജനങ്ങളോട് പറഞ്ഞു, freedom is an urgent matter. സ്വാതന്ത്ര്യം അടിയന്തര കാര്യമാണ്. Seeking deliverance from Egypt is an urgent matter. മിസ്രൈമിൽ നിന്ന് വിടുതൽ നേടേണ്ടത് അടിയന്തരമായ കാര്യമാണ്. You should not wait for your idli dosas to be ready. നിങ്ങളുടെ ഇഡലി ദോശ തയ്യാറാകുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കരുത്. You must eat the unleavened bread. നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം കഴിക്കണം. And you must not sit down to eat. You must stand up and eat. ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കഴിക്കണം. You see, friends, ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ, the deliverance of your soul is an urgent matter. നിങ്ങളുടെ ആത്മാവിന്റെ വിടുതൽ അടിയന്തരമായ കാര്യമാണ്. I don't know how many of you take leave of your conscience and morality as soon as you leave this place on Sunday morning. ഞായറാഴ്ച രാവിലെ നിങ്ങൾ ഈ സ്ഥലം വിട്ടയുടൻ തന്നെ നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ മനസാക്ഷിയും ധാർമ്മികതയും വിട്ടുകളയുന്നു എന്ന് എനിക്കറിയില്ല. Dare you do that? നിങ്ങൾ അത് ചെയ്യാൻ ധൈര്യപ്പെടരുത്. It is suicidal. അത് ആത്മഹത്യാപരമാണ്. You must carry the word of God with you. നിങ്ങൾ നിങ്ങളോടൊപ്പം ദൈവവചനം കൊണ്ടുപോകണം. You must apply it quickly. പെട്ടെന്ന് നിങ്ങൾ അത് പ്രയോഗിക്കണം. No time to even sit down. ഇരിക്കാൻ പോലും സമയമില്ല. My dear people, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, that is the way to deal with God's word. ദൈവവചനത്തെ കൈകാര്യം ചെയ്യാനുള്ള മാർഗം അതാണ്. Quick application. ശീഘ്രമായി പ്രയോഗിക്കണം. My mother taught me that. എന്റെ അമ്മ എന്നെ അത് പഠിപ്പിച്ചു. You must obey immediately. പെട്ടെന്ന് നീ അനുസരിക്കണം. And my father taught me എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചത് that obedience is not a thing which should take place only if it is convenient. അനുസരണം എന്നത് നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമായി ഇരിക്കരുതെന്ന്. So he taught me a poem. അതിനാൽ അദ്ദേഹം എന്നെ ഒരു കവിത പഠിപ്പിച്ചു. This is a true incident. ഇതൊരു യഥാർത്ഥ സംഭവമാണ്.
You have never heard me read a poem on the platform. പ്രസംഗവേദിയിൽ ഞാൻ ഒരു കവിത വായിക്കുന്നത് നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലായിരിക്കും. It's called Casabianca. അതിനെ കാസിബിയങ്ക എന്ന് വിളിക്കുന്നു. This was a boy of only 13 years. 13 വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടിയായിരുന്നു അവൻ. And his father was the big man, the admiral of the fleet. അവന്റെ പിതാവ് ഒരു വലിയ മനുഷ്യനായിരുന്നു, നാവികസേനയുടെ മേധാവിയായിരുന്നു. His father said, "Stand here, stay here, my son." അവന്റെ പിതാവ് പറഞ്ഞു, എന്റെ മകനെ ഇവിടെ നിൽക്കൂ. And the ship was on fire. കപ്പലിൽ തീ കത്തുകയായിരുന്നു. And the boy ബാലനും obeyed his father. തന്റെ പിതാവിനെ അനുസരിച്ചു. "Stand here, my boy." എന്റെ മകനെ ഇവിടെ നിൽക്കൂ. The boy stood on the burning deck, ആ ബാലൻ കത്തിക്കൊണ്ടിരുന്ന കപ്പലിന്റെ മേൽത്തട്ടിൽ നിന്നു. whence all but he had fled. അവൻ ഒഴികെ മറ്റെല്ലാവരും ഓടിപ്പോയി. The flame that lit the battle's wreck തകർന്ന കപ്പലിന്റെ അവശിഷ്ടത്തെ കത്തിച്ച ജ്വാല shone round him അവന്റെ ചുറ്റും തിളങ്ങുവാൻ തുടങ്ങി. over the dead. മരിച്ചവരുടെ മീതെയും. Yet beautiful and bright he stood, എന്നിട്ടും അവൻ സുന്ദരനും ശോഭയുള്ളവനുമായി നിന്നു. as born to rule the storm, കൊടുങ്കാറ്റിനെ ഭരിക്കാൻ ജനിച്ചവനെ പോലെ. a creature of heroic blood, വീരശൂര രക്തത്തിന്റെ സൃഷ്ടി. a proud though childlike form. അഭിമാനത്തോടെ നിർമ്മിക്കപ്പെട്ട കുട്ടിയുടെ രൂപം. The flames rolled on. അഗ്നിജ്വാലകൾ പരന്നുകൊണ്ടിരുന്നു. He would not go. അവൻ പോകില്ല. Without his father's word. അവന്റെ പിതാവിന്റെ വാക്കില്ലാതെ. That father, ആ പിതാവ് faint in death below, താഴെ മരണത്തിൽ തളർന്നു പോയിരുന്നു. his voice no longer heard. അവന്റെ ശബ്ദം ഇനി കേൾക്കാനാവില്ല. He called aloud. അവൻ ഉറക്കെ വിളിച്ചു. Say, Father. പിതാവേ പറയൂ. Say, പറയൂ. if yet my task is done. ഇനിയും എൻ്റെ ചുമതല പൂർത്തിയായിട്ടുണ്ടോ? Mudindada. പൂർത്തിയായിട്ടുണ്ടോ? He knew not that the chieftain lay unconscious of his son. മകനെക്കുറിച്ച് ബോധമില്ലാത്തവനായി നായകൻ കിടന്നുവെന്ന് അവൻ അറിയില്ലായിരുന്നു. Speak, Father. സംസാരിക്കൂ പിതാവേ. Once again he cried, അവൻ വീണ്ടും നിലവിളിച്ചു. if I may yet be gone from this place. ഞാൻ ഇവിടം വിട്ട് പോകട്ടെ. Poi vidalama. ഞാൻ പോകട്ടെ. He knew not that the chieftain lay നായകൻ കിടക്കുന്നുവെന്ന് അവൻ അറിയില്ലായിരുന്നു. unconscious of his son. തൻ്റെ മകനെക്കുറിച്ച് ബോധമില്ലാതെ. And but the booming shots replied, and fast the flames rolled on. എന്നാൽ കത്തിക്കയറുന്ന വെടിയുണ്ടകൾ മറുപടി നൽകി. വേഗത്തിൽ അഗ്നിജ്വാലകൾ പരന്നുകൊണ്ടിരുന്നു. Upon his brow he felt their breath, നെറ്റിയിൽ അവൻ അവരുടെ ശ്വാസം അനുഭവിച്ചു. and in his waving hair. അവന്റെ തരംഗിതമായ തലമുടിയിലും. He looked from that lone post of death. മരണത്തിന്റെ ഏക കുറ്റിക്കാലിൽ നിന്നും അവൻ നോക്കി. Is still, in still yet brave despair. എന്നിട്ടും ധൈര്യത്തോടെ നിരാശയിൽ. And shouted, അലറി വിളിച്ചു. but once more aloud, വീണ്ടും ഒരിക്കൽ കൂടി ഉറക്കെ നിലവിളിച്ചു. my father, എന്റെ പിതാവേ, must I stay ഞാൻ താമസിക്കണമോ? while over him fast through sail and shroud
the wreathing fires made way. അവന്റെ മുകളിലൂടെയും കപ്പൽപ്പായ് ആവരണത്തിലൂടെയും തീച്ചുരുൾ പടർന്നുകൊണ്ടിരുന്നപ്പോൾ They wrapped the ship in splendor wild. തീയുടെ പ്രതാപശക്തിയിൽ കപ്പൽ പൊളിഞ്ഞു. They caught the flag on high. ഉയരത്തിലിരുന്ന പതാകയെയും പിടിച്ചു. The flame caught the flag അഗ്നിജ്വാല പതാകയെയും പിടിച്ചു. and streamed above the gallant child ധീരനായ കുട്ടിയുടെ മേലും പ്രവഹിച്ചു. like banners in the sky. ആകാശത്തിൽ കൊടി പോലെ. There came a burst of thunder sound. തുടർന്ന് ഇടിമുഴക്കം വന്നു. The boy, ബാലൻ, oh, where is he? ഓ അവൻ എവിടെയായിരുന്നു? Ask of the winds that far around with fragments strewed the seal. ശകലങ്ങളെ കടലിൽ പരത്തിയ കാറ്റിനോട് ചോദിക്കുവിൻ. The ship was blown to pieces. കപ്പൽ കഷണങ്ങളായി തകർന്നുപോയി. With mast and helm and pen and fair, കുടിമരവും ചുക്കാൻ that well had borne their part. കീറിയ കപ്പൽ കൊടിയും But the noblest thing which perished there അവയുടെ ഭാഗം വഹിച്ചു. എന്നാൽ was that young, faithful heart. അവിടെ നശിച്ച ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ആ വിശ്വസ്തനായ ചെറുപ്പക്കാരന്റെ ഹൃദയമായിരുന്നു. That's what my father taught me. അതാണ് എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചത്. Obedience to death. മരണത്തോളം അനുസരണം.